പ്രത്യാശയുടെയും സഹനത്തിന്റെയും സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. ഈസ്റ്ററിന് മുന്നോടിയായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടക്കുകയാണ്. പ്രത്യാശയുടെ പ്രകാശത്തെ തടുത്തു നിർത്താൻ ലോകത്ത് ഒരു പ്രതിബന്ധത്തിനും സാധിക്കില്ല എന്ന സന്ദേശമാണ് ഈസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലെ ഉയിർപ്പ് ശുശ്രൂഷകൾക്ക് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകുകയാണ്. MG പ്രതീഷ് ഇപ്പോൾ പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്ന പ്രതീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈസ്റ്റർ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്ററിനെ വരവേൽക്കാനുള്ള അവസാന ഒരുക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ശുശ്രൂഷ കർമ്മങ്ങളാണ് നിലവിൽ വിവിധ പള്ളികളിൽ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ സെന്റ് മേരീസ് കത്തീഡ്രലിലായിരുന്നു ഈ ഈസ്റ്റർ ശുശ്രൂഷകളും ഈ കുർബാനകളും നടന്നത്. അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ പാളയം സെന്റ് മേരീസ് പള്ളിയിൽ കുർബാനകൾ ആരംഭിച്ചിട്ടുണ്ട്. ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിലാണ് വിവിധ ശുശ്രൂഷ കർമ്മങ്ങളും ഈ കുർബാനകളും നടക്കുന്നത്. ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ പങ്കെടുക്കാൻ ക്രൈസ്തവ വിശ്വാസികളൊക്കെ തന്നെ പള്ളികളിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 50 ദിവസമായി ക്രൈസ്തവ വിശ്വാസികൾ എടുത്ത നോമ്പിൻ്റെ ഒരു പരിസമാപ്തി കൂടിയാണ് ഈ ഈസ്റ്ററോട് കൂടി തന്നെ ആകുന്നത്. ആ ഒരു പീഡാനുഭവ ഭാരത്തിൻ്റെ അവസാനമാകുന്ന ആ ഒരു പ്രതീക്ഷയിൽ പുതിയ പ്രത്യാശയുടെ ഒരു ദിവസം കൂടിയാണ് ഈ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച ഈസ്റ്റർ ഉള്ളത്. ഈ അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഈ കുർബാന ചടങ്ങുകൾ പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ ആരംഭിക്കും. ഇതിന് നേതൃത്വം നൽകുന്നത് ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയാണ്. ഈ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട് അതിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള വിവിധ ചടങ്ങുകളായിരിക്കും ഈ സെന്റ് ജോസഫ് പള്ളിയിൽ നടക്കുന്നത്. എന്തായാലും വലിയ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഈ ഈസ്റ്ററിനെ ക്രൈസ്തവ വിശ്വാസികളൊക്കെ തന്നെ വരവേൽക്കുന്നത്. എത്ര ദുരിതത്തിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നുപോയാലും അതിനെയെല്ലാം ഒരു ശുഭകരമായ ഒരു ഉയർപ്പുണ്ടെന്ന ഒരു വിശ്വാസം, അത്തരത്തിൽ ഒരു വിശ്വാസം കൂടിയാണ് ക്രൈസ്തവരെ സംബന്ധിച്ച ഈസ്റ്റർ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യാശയുടെ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ക്രൈസ്തവ വിശ്വാസികൾ ഉള്ളത്. അതിൻ്റെ വിവിധ ആരാധനാലയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഉന്മേഷം. MG പ്രതീഷാണ് തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മിഥില ബാലനിലേക്ക് കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്ന് മിഥില ബാലൻ തത്സമയം ചേരുന്നുണ്ട്. മിഥില, എന്തൊക്കെയാണ് വിവരങ്ങൾ? ദേവമാതാ കത്തീഡ്രലിലും പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ തന്നെ 50 ദിവസത്തെ ഒരു നോമ്പിന് ശേഷമാണ് ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷത്തിന്റെ ആ ഒരു സന്തോഷത്തിലേക്കെല്ലാം കടന്നിട്ടുള്ളത്. കുരിശിലേറ്റ യേശുദേവൻ മിഥിലയിലേക്ക് എത്താം. ശബ്ദത്തിൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. നാളെ ഈസ്റ്ററാണ്. അതിന് മുന്നോടിയായി ഇപ്പോൾ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ ഇപ്പോൾ വിശ്വാസികൾ എത്തിയിട്ടുണ്ട്. പ്രത്യേക ചടങ്ങുകൾ അവിടെ നടക്കുകയാണ്. പ്രത്യാശയുടെ ഓർമ്മ പുതുക്കിയാണ് നാളെ ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഈസ്റ്റർ ദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി തന്നെ ഈ ഉയർപ്പിൻ്റെ സന്ദേശം എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്ന് വരികയാണ്. പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടക്കുന്നുണ്ട്. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്ന് മിഥില ബാലൻ ചേരുന്നുണ്ട്. മിഥില, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവിന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 50 ദിവസത്തെ ഒരു നോമ്പിന് ശേഷം ക്രൈസ്തവ വിശ്വാസികൾ പള്ളികളിലേക്ക് എത്തുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം യേശുദേവൻ കുരിശിലെത്തി അതിനുശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ, അതായത് മരണത്തെ കീഴടക്കി യേശുദേവൻ ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഒരു സന്തോഷം കൂടിയാണ് അവർക്ക് ക്രൈസ്തവ വിശ്വാസികൾക്ക് ഈസ്റ്റർ എന്നത്. അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷത്തോടെ ദേവാലയങ്ങളിൽ വിശ്വാസികൾ എത്തുന്നു. പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് ദേവമാതാ കത്തീഡ്രലിൽ നിന്നും കോഴിക്കോട്ടെ മറ്റ്
ദേവാലയങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ചടങ്ങുകൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ ഒക്കെ നേരിടുമ്പോഴും ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലും ആത്മവിശ്വാസവും പ്രത്യാശയും പകരുന്നതാണ് യേശുവിന്റെ ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്നതാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ പ്രത്യാശയുടെ ഒരു ദിനം കൂടിയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റർ. ഇപ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് രൂപത ആർച്ച് ബിഷപ്പായി വന്നതിന് ശേഷം, വർഗീസ് ചക്കാലക്കൽ പിതാവ് ആർച്ച് ബിഷപ്പായി വന്നതിന് ശേഷമുള്ള ആദ്യ ഒരു ഈസ്റ്ററാണ്. അതിന്റെ ഒരു സന്തോഷവും ഈ ദേവാലയങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. തന്നെയായാലും വിശ്വാസികളെല്ലാം തന്നെ ഇപ്പോൾ ദേവാലയത്തിൽ എത്തി പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് ദേവമാതാ കത്തീഡ്രലിൽ നിന്നും ജില്ലയിലെ മറ്റ് ദേവാലയങ്ങളിൽ നിന്നും ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഉന്മേഷ്. മിഥില ബാലനാണ് കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. റാഫി കരീം കൂടി ചേരുന്നുണ്ട്. തിരുവാങ്കുളം സെന്റ് ജോർജ് ദേവാലയത്തിലാണ് റാഫി കരീം ഉള്ളത്. റാഫി, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം ഒരു ചടങ്ങുകൾക്കും ശേഷം ഇപ്പോൾ ഈസ്റ്റർ ആഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ക്രൈസ്തവ സമൂഹം. ഇപ്പോൾ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, ശുശ്രൂഷകൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവാങ്കുളം സെന്റ് ജോർജ് ചർച്ചിലാണ്. ഇവിടെ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ ഉയർപ്പ് ചടങ്ങുകളും ഉയർപ്പ് പ്രാർത്ഥനകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുരിശിന് ശേഷം യേശുദേവൻ ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ പ്രതീകാത്മകമായുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു ശേഷം ഈ ചർച്ചിനകത്ത് വെച്ചുള്ള പ്രത്യേക ശുശ്രൂഷകൾ നടക്കും, പാതിരാ കുർബാനകൾ നടക്കും. അതിനുശേഷമായിരിക്കും ഈസ്റ്റർ ആഘോഷങ്ങളിലേക്ക് ക്രൈസ്തവ സമൂഹം എത്തുക. അതിനുശേഷം ഇന്ന് രാത്രി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഈസ്റ്റർ സന്ദേശം നൽകും. 50 ദിവസം നീണ്ടുനിന്ന നോമ്പും മറ്റ് വിശുദ്ധവാരാധനയ്ക്ക് ശേഷമാണ് ഈസ്റ്റർ ആഘോഷത്തിലേക്ക് ക്രൈസ്തവ സമൂഹം കടന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ വിവിധ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകളും പാതിരാ കുർബാനകളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. റാഫി കരീമാണ് തിരുവാങ്കുളം സെന്റ് ജോർജ് ദേവാലയത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അങ്ങനെ സംസ്ഥാനത്ത് എല്ലായിടത്തും ഇപ്പോൾ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുകയാണ്. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ഈസ്റ്ററാണ് നാളെ. അതിന് മുന്നോടിയായിട്ടാണ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുന്നത്. ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ തന്നെ മിക്ക ദേവാലയങ്ങളിലും ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്.